ഹായ് ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള PSC 7/11/2020 യു പി സ്കൂൾ ടീച്ചർ പരീക്ഷ നടത്തിയിരുന്നു. കാറ്റഗറി നമ്പർ 517/2019 ആയിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാത്സ് വിഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരുന്നതാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? ആൻസർ നോക്കുവിദ്യ, പാവക്കളി. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഇത്. രണ്ടാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ആൻസർ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്രമാണ് അൽ ഹിലാൽ. ഇതുകൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, നിലവിൽ വന്നതെന്ന്? ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നതെന്ന്? ആൻസർ 2017 ജൂലൈ 1. ഇതുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. GST ബില്ല് രാജ്യസഭ പാസാക്കിയത് ആഗസ്റ്റ് 3, 2016. ലോക്സഭ പാസാക്കിയത് ആഗസ്റ്റ് 8, 2016. GST നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഫ്രാൻസാണ്. അതുപോലെ GSTക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടന്ന സംസ്ഥാനം കേരളം. ഇതും PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതും ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, തിഹാർ ജയിൽ എവിടെയാണ്? തിഹാർ ജയിൽ എവിടെയാണ്? ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് തിഹാർ ജയിൽ. നെക്സ്റ്റ്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ പോക്സോ. പോക്സോ പ്രാബല്യത്തിൽ വരുന്നത് 2012 ജൂൺ 19 ഈ ഡേറ്റും ഒന്ന് ഓർത്തിരിക്കണം. നെക്സ്റ്റ്, 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? ആൻസർ വയനാട്. ഈ ചോദ്യം 9ാം ക്ലാസ് SCERT സോഷ്യൽ സയൻസിലെ ദുരന്തങ്ങൾ എന്ന പാഠത്തിൽ നിന്നും ചോദിച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. 9ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ദുരന്തങ്ങൾ എന്ന പാഠത്തിൽ നിന്നുമാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? ആൻസർ കൈറ്റ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം തിരുത്തണിയാണ്. ഇത് തമിഴ്നാടാണ് സംസ്ഥാനം. നെക്സ്റ്റ്, പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്ന്? പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്ന്? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31 പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത്. ലഡാക്കിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കായ ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കായ ഹെമിസ് നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്.
അതുപോലെ ഹെമിസ് നാഷണൽ പാർക്കിൽ സംരക്ഷിക്കുന്ന ജീവിയാണ് ഹിമപ്പുലി. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ആൻസർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ. നെക്സ്റ്റ്, താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ വൈദ്യുത മോട്ടോർ, ഓപ്ഷൻ ബി ജനറേറ്റർ, ഓപ്ഷൻ സി LED ബൾബ്, ഓപ്ഷൻ ഡി സുരക്ഷ ഫ്യൂസ്. ആൻസർ ഓപ്ഷൻ ഡി സുരക്ഷ ഫ്യൂസ്. നെക്സ്റ്റ്, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ത്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ത്? ആൻസർ കൂളോം. കൂളോം ആണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. നെക്സ്റ്റ്, ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ഓപ്ഷൻ എ വാട്ടേജ്, ഓപ്ഷൻ ബി വോൾട്ടേജ്, ഓപ്ഷൻ സി ഗേജ്, ഓപ്ഷൻ ഡി ആംബിയറേജ്. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ഓപ്ഷൻ ഡി ആംബിയറേജ്. നെക്സ്റ്റ്, ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഗാൽവനോമീറ്റർ. ഈ ചോദ്യങ്ങളെല്ലാം SCERT സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു സൂചനയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം SCERT ടെക്സ്റ്റ് നല്ലവണ്ണം എല്ലാവരും പഠിച്ച് ഇരിക്കണം. നെക്സ്റ്റ്, താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? ഓപ്ഷൻ എ ശൂന്യത, ഓപ്ഷൻ ബി വജ്രം, ഓപ്ഷൻ സി ജലം, ഓപ്ഷൻ ഡി വായു. ആൻസർ ഓപ്ഷൻ ബി വജ്രം. നെക്സ്റ്റ്, ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്ര? ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്ര? ആൻസർ 48.6 ഡിഗ്രി. 48.6 ഡിഗ്രിയാണ് ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ. നെക്സ്റ്റ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? ആൻസർ അന്തരീക്ഷ അപവർത്തനം. നെക്സ്റ്റ്, താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? ആൻസർ ഹൈഡ്രജൻ. നെക്സ്റ്റ്, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ആൻസർ ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. നെക്സ്റ്റ്, നമ്മുടെ രാജ്യത്ത് വിതരണത്തിനുപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? നമ്മുടെ രാജ്യത്ത് വിതരണത്തിനുപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? ആൻസർ 50 ഹെർട്സ്. നെക്സ്റ്റ്, ഒരു ആറ്റത്തിന്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരു ആറ്റത്തിന്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ആൻസർ 2. നെക്സ്റ്റ്, താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി മാംഗനീസ്, ഓപ്ഷൻ സി ക്ലോറിൻ, ഓപ്ഷൻ ഡി ആർഗൺ. ആൻസർ ഓപ്ഷൻ ബി മാംഗനീസ്. നെക്സ്റ്റ്,
ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? ആൻസർ അവോഗാഡ്രോ നിയമം. നെക്സ്റ്റ്, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? ആൻസർ കോപ്പർ. നെക്സ്റ്റ്, ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപം ആണ്? ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപം ആണ്? ആൻസർ സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ്, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ സിങ്ക്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. നെക്സ്റ്റ്, താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ആൻസർ ബോക്സൈറ്റ്. നെക്സ്റ്റ്, ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? CnH2n. CnH2n ആണ് ആൽക്കീനുകളുടെ പൊതുവാക്യം. നെക്സ്റ്റ്, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ആൻസർ എഥനോൾ. എഥനോൾ ആണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ. നെക്സ്റ്റ്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ആൻസർ അൽനിക്കോ. അൽനിക്കോയാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. നെക്സ്റ്റ്, മനുഷ്യരിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? ആൻസർ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. നെക്സ്റ്റ്, മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? ആൻസർ റെറ്റിന. നെക്സ്റ്റ്, ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലിഗേസ്, ഓപ്ഷൻ ബി പ്ലാസ്മിഡ്, ഓപ്ഷൻ സി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഓപ്ഷൻ ഡി ഇൻസുലിൻ. ആൻസർ പ്ലാസ്മിഡ്. നെക്സ്റ്റ്, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവക്കണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിന്റെ പേര് എന്ത്? പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവക്കണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിന്റെ പേര് എന്ത്? ആൻസർ പാൻസ്പെർമിയ സിദ്ധാന്തം. നെക്സ്റ്റ്, ആർഡിപിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ആർഡിപിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ആൻസർ ആഫ്രിക്ക. നെക്സ്റ്റ്, ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ആൻസർ
ഹ്യൂഗോ ഡ്രിവിസ്. ഹ്യൂഗോ ഡ്രിവിസ് ആണ് ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. നെക്സ്റ്റ്, ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? ആൻസർ വൈറസ്. നെക്സ്റ്റ്, കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? ഫാറ്റി ലിവർ. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേത്? താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേത്? ബ്ലൈറ്റ് രോഗം. ബ്ലൈറ്റ് രോഗമാണ് നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗം. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? തൈമസ് ഗ്രന്ഥി. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നതും വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് അഖിലത്തിരട്ട്. ചാനാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത നേതാവും വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് അഖിലത്തിരട്ട്. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. അദ്ദേഹത്തെ നാടു കടത്തിയത് തിരുനെൽവേലിയിലോട്ടാണ്. അതും ഓർത്തിരിക്കുക. അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ് ശാരദ. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ് ശാരദ. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥ ഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. NSSന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഇതും ഒന്ന് ഓർത്തിരിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ശുചീന്തം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? ശുചീന്തം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? സ്വാതി തിരുനാൾ. ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്നതും സ്വാതി തിരുനാളാണ്. ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1829 ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച വർഷം. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഭക്തിമഞ്ജരി. ഭക്തിമഞ്ജരി സ്വാതി തിരുനാളിന്റെ കൃതിയാണ്. ഇതും ഓർത്തിരിക്കുക. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വൈറ്റ് ഡെവിൾസ് എന്നും തിരുവിതാംകൂർ ഭരണാധികാരികളെ നീചഭരണം എന്നും പറഞ്ഞത്. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്? കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്? ചട്ടമ്പി സ്വാമികൾ. അയ്യപ്പൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ്. അതുപോലെ സേതുലക്ഷ്മിബായിയെ അമ്പലത്തിൽ നിന്നും മൃഗബലി നിരോധിക്കാൻ പ്രേരിപ്പിച്ചതും ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ഇതും ഓർത്തിരിക്കുക.
കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാര്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാര്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന്റെ തീയതിയാണ് 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പിട്ടതും ഡോക്ടർ പൽപ്പു ആണ്. ഇതും PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആര്? ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആര്? TK മാധവൻ. TK മാധവനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. ചെറായിൽ വെച്ച് 1917 സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് പ്രജാമണ്ഡലം പാർട്ടി. അതുപോലെ അദ്ദേഹത്തിന്റെ സ്ലോഗനാണ് നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ മാൻ. ജാതിയില്ല, മതമില്ല, ദൈവമില്ല മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ്. ഇതും PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതും ഓർത്തിരിക്കുക. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. കല്ലുമാല സമരം നടത്തിയതും അയ്യങ്കാളി തന്നെയാണ്. കല്ലുമാല സമരം പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. 1915 കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടന്നത്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അദ്ദേഹത്തെ അൺടയറിംഗ് വാരിയർ, തളരാത്ത പോരാളി എന്ന് ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. അൺടയറിംഗ് വാരിയർ, തളരാത്ത പോരാളി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ കേളപ്പൻ. കേളപ്പനാണ് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു കേളപ്പൻ. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ സെക്രട്ടറി കൂടിയായിരുന്നു. കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും കേളപ്പനാണ്. ഇതും PSC ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഇതും ഓർത്തിരിക്കുക. കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ്? കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ്? AK ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാര്? 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാര്? പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂറിലെ ധീര ദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏത്? തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏത്? തലക്കുളം. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? സർദാർ KM പണിക്കർ. കുറിച്യ കലാപം നടന്ന വർഷം? കുറിച്യ കലാപം നടന്ന വർഷം 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്?
ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് കർമ്മോത്സുകത, അപകർഷത. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് കർമ്മോത്സുകത, അപകർഷത. സൈക്കോളജി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യമാണ് സുരക്ഷിതത്വം. ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസലിംഗ് ആണ് പ്രതിരോധ കൗൺസലിംഗ്. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാദരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? കാൾ റോജേഴ്സ്. പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? വൈഗോട്സ്കി. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് സാമീപ്യ നിയമം. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ധാരണ, ഓപ്ഷൻ ബി അനുസ്മരണം, ഓപ്ഷൻ സി തിരിച്ചറിവ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണ് എങ്കിൽ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? മൂഢബുദ്ധി. ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സ്റ്റീഫൻ എം കോറി. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏതു തരം സമായോജന തന്ത്രമാണ്? ഉദാത്തീകരണം. ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയ ഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സംവേദനം, വർഗീകരണം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ ബി സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ സി പ്രത്യക്ഷണം, വർഗീകരണം, സംവേദനം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ ഡി വർഗീകരണം, സംവേദനം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം. ശരിയായ ഉത്തരം സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? ഓപ്ഷൻ എ മാക്സ് വെർത്തീമർ, ഓപ്ഷൻ ബി ജോൺ മേയർ, ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ ഡി പീറ്റർ സലോവ. ആൻസർ മാക്സ് വെർത്തീമർ. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അഹം. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് ക്ലിക്കുകൾ. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്ടറാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടമാണ് സംവേദക ചാലക ഘട്ടം. പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ് പഠനം തന്നെ വിലയിരുത്തൽ.
അതീത ചിന്ത അഥവാ മെറ്റാകൊഗ്നീഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഫ്ലേവൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ നോക്കാം. ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ, ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം, സഹവർത്തിത പഠനം വൈഗോട്സ്കി, വ്യക്തികേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട്. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് വ്യക്തികേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് എന്നതാണ്. ഇതിൽ നമുക്കിനി നോക്കാനുള്ളത് ഇംഗ്ലീഷാണ്. അവർ ബസ് വെന്റ് ഡാഷ് ദി ഫോറസ്റ്റ് ടു ദി റിവർ ബാങ്ക്. അവർ ബസ് വെന്റ് ഡാഷ് ദി ഫോറസ്റ്റ് ടു ദി റിവർ ബാങ്ക്. PSCയുടെ ആൻസർ ത്രൂ എന്നാണ്. ഇവിടെ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഈ ചോദ്യം ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഡീപ്പായിട്ട് നമ്മൾ കറക്റ്റ് ഗ്രാമർ പ്രകാരം പറയുകയാണെങ്കിൽ ഇവിടെ അക്രോസും ഉപയോഗിക്കാവുന്നതാണ്. ഏതായാലും നമുക്ക് PSCയുടെ ഉത്തരം ഇവിടെ ത്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് തൽക്കാലം ഇവിടെ ഫോളോ ചെയ്യുകയേ മാർഗമുള്ളൂ. ഒരു പക്ഷേ ഇത് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. വിച്ച് ഈസ് ആൻ ഇംപറേറ്റീവ് സെന്റൻസ്? ആൻസർ റീഡ് ദിസ് ബുക്ക് നൗ. ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആജ്ഞാരൂപത്തിലുള്ളതാണ്. ഇവിടെ റീഡ് ദിസ് ബുക്ക് നൗ. നെക്സ്റ്റ്, ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. ഇവിടെ ഒരിക്കലും ക്യാൻ എന്നോ ഹാഡ് എന്നോ വില്ലെന്നോ ഉപയോഗിക്കരുത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ കുഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ഹെവി ഡൗൺപോർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് വീക്ക് ഡാഷ് ദി ഹോൾ ഏരിയ. ഹെവി ഡൗൺപോർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് വീക്ക് had inundated the whole area. The idiom rides the high horse means. The idiom rides the high horse means feel proud. A person who has done something wrong or unlawful. A person who has done something wrong or unlawful. Miscreant dash in the afternoon is not healthy at all. ഇതൊരു ജറണ്ടാണ്. ആൻസർ സ്ലീപ്പിംഗ്. Sleeping in the afternoon is not healthy at all. They will have to dash if they want to catch the train. They will have to run if they want to catch the train. The tiger was killed by Fernando dash a gun. The preposition ആണ് with. The tiger was killed by Fernando with a gun. If you dash the work you can go. If clause ആണ്. If you complete the work you can go. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള മുൻകാല ചോദ്യപേപ്പർ വിശകലനം കാണുന്നതിനും ലഭിക്കുന്നതിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും താങ്ക് യു.